ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കിയതോടെ സിനിമാ ലോകത്ത് പ്രതാപം വീണ്ടെടുക്കാൻ ഒരുങ്ങുകയാണ് ദിലീപ്. അമ്മ ഓഫീസിൽ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഫെഫ്ക സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ തീരുമാനം ഡയറക്ടേഴ്സ് യൂണിയനുമായി സംസാരിച്ച ശേഷമായിരിക്കുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പ്രതികരണം കാണാം. ദിലീപിനെ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ അതിൽ നമ്മൾ അമിതാഹ്ലാദം കൊള്ളുകയോ അതിനോട് പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലെബി, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പ്രതിയായപ്പോൾ തന്നെ മടിച്ച് കാലങ്ങളെടുത്ത് പുറത്താക്കിയ സംഘടനകളാണ്. ഇപ്പോഴിതാ എത്രയും വേഗം അകത്തേക്ക് കയറ്റാനുള്ള തയ്യാറെടുപ്പാണോ നടക്കുന്നത്? റോഷി, തീർച്ചയായും 2017 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം മടിച്ചു തന്നെയാണ് സിനിമാ സംഘടനകളുടെ എല്ലാം ഭാരവാഹിത്വത്തിൽ നിന്ന് ദിലീപിനെ അംഗത്വത്തിൽ നിന്ന് ഒക്കെ പുറത്താക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് സിനിമാ ലോകം അടക്കി വാഴുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം നേരിട്ട് നിയന്ത്രിച്ചില്ലെങ്കിലും അദൃശ്യമായി മുഴുവൻ സിനിമാ സംഘടനകളും, അമ്മയാകട്ടെ, താരസംഘടനയായ അമ്മയാകട്ടെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആകട്ടെ, തിയേറ്റർ ഉടമകളുടെ സംഘടനയാകട്ടെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സംഘടനയാവട്ടെ, ഡയറക്ടേഴ്സിന്റെ സംഘടനയാവട്ടെ, എല്ലാത്തിലും അദൃശ്യമായ നിയന്ത്രണം ദിലീപിനുള്ളിടത്തോളം സ്വാധീനമുള്ളൊരു കാലമായിരുന്നു അത്. ആ സമയത്താണ് ഇത്തരത്തിൽ കേസ് വരുന്നത്, വിവാദത്തിൽപ്പെടുന്നത്, അറസ്റ്റ് നടക്കുന്നത്. നിർബന്ധിതാവസ്ഥയിൽ ഈ സംഘടനകളിൽ നിന്നൊക്കെ പുറത്താക്കേണ്ട സാഹചര്യവും സംജാതമായി. എന്നാൽ നോക്കുക, ഇന്ന് കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ തിരക്കിട്ട് തിരിച്ച് സംഘടനകളിലേക്ക് എടുക്കാനുള്ള നീക്കം ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം സിനിമാ സംഘടനകളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അനുകൂലമായ പ്രതികരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. ഈ കാലയളവിലെല്ലാം ഇതിന്റെ ഒരു നാൾ വഴികളെല്ലാം നമ്മൾ കണ്ടതാണ്. നമ്മൾ കണ്ട് പോകുന്ന വഴികളിലെല്ലാം ഈ തരത്തിൽ ആദ്യം വളരെ നാടകീയമായി കേസിലേക്ക് വരുന്നു. അത് മാത്രമല്ല റോഷി, എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. രണ്ടാം ദിവസം ഈ സംഭവം നടക്കുന്ന 2017 ഫെബ്രുവരി 17 രാത്രി ഈ സംഭവം നടക്കുന്നു. 2 ദിവസത്തിന് ശേഷമാണ് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ, എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സിനിമാ സംഘടനകളെല്ലാം ചേർന്ന് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട നടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു യോഗം നടക്കുന്നു. ഐക്യദാർഢ്യ പ്രഖ്യാപന യോഗത്തിൽ അന്ന് ദിലീപും പങ്കെടുത്തിരുന്നു. ദിലീപ് അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ അന്ന് മഞ്ജു വാര്യർ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്നൊരു കാര്യം പറയുന്നു. ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നു. ഏതായാലും ഇന്ന് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ്. മഞ്ജു അന്ന് ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞതിൽ നിന്ന് തനിക്കെതിരെ ഒരു കഥ മെനയുകയായിരുന്നു. തനിക്കെതിരെയുള്ള ഗൂഢാലോചന അവിടെ തുടങ്ങുകയായിരുന്നു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ, ഉന്നത ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ പോലീസ് സംഘം തനിക്കെതിരെ കഥ ചമച്ചു എന്നുള്ള രീതിയിലുള്ള പ്രതികരണം വരുന്നു. ആ പ്രതികരണം അവിടെ നിന്ന് വക്കീലിന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു 500 മീറ്റർ ഇപ്പുറത്തുള്ള വക്കീൽ ഓഫീസിൽ വെച്ച് ഇതേ പ്രതികരണം ആവർത്തിക്കുന്നു. നമ്മൾ വീണ്ടും എടുത്തു ചോദിക്കുന്നു. അപ്പോൾ ബി സന്ധ്യയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നു, മഞ്ജുവിലേക്ക് പ്രതികരണം നടത്തുന്നു. ഈ രീതിയിലൊക്കെ പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ദിലീപിന് അനുകൂലമായി ദിലീപിനോട് അടുപ്പമുള്ളവരുടെ പ്രതികരണവും വന്നു തുടങ്ങി. ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഇതാണ്: സിനിമാ സംഘടനകളുടെയൊക്കെ തലപ്പത്തേക്ക്, അതല്ലെങ്കിൽ അദൃശ്യമായി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തിയായി വീണ്ടും ദിലീപ് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അമ്മയുടെ പ്രതികരണം. ഈ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ വിധി പ്രസ്താവത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം അമ്മയുടെ പ്രതികരണം വളരെ പ്രധാനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ പ്രസിഡന്റ് ഇരിക്കുന്നു, വനിതാ ജനറൽ സെക്രട്ടറി ഇരിക്കുന്നു. ഈ സമയത്ത് മറ്റ് സിനിമാ സംഘടനകളെ അപേക്ഷിച്ച് അമ്മയുടെ ഭാഗത്ത് നിന്നായിരുന്നു നമ്മളൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നാകട്ടെ ഈ സമയം വരെ നമ്മൾക്ക് കൃത്യമായ ഒരു പ്രതികരണം അമ്മയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതിനിടയിലാണ് ഇന്ന് അവിടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത്. തീർച്ചയായും ഇന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് തന്നെ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുശേഷം എല്ലാവരോടും ആലോചിച്ചിട്ട് പ്രതികരിക്കാനായിരിക്കും ഇരിക്കുക. അപ്പോൾ ആ പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രസക്തം. 2 വനിതകൾ നിയന്ത്രിക്കുന്ന സിനിമാ സംഘടനയുടെ, താരസംഘടനയുടെ പ്രതികരണം എന്തായിരിക്കും? അവൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പൂർണ്ണമായ നീതി അവൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള പ്രതികരണം കേരളം ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് റോഷ്നി. ഏതായാലും ഇപ്പോൾ ഉയരുന്ന ചോദ്യം
ചോദ്യവും ഇതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഞ്ജു വാര്യർ ഇത്തരത്തിൽ അന്ന് ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ, ആക്രമണം നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൽ നിന്ന് മാത്രം ഇങ്ങനെ ഒരു കഥ മെനഞ്ഞു എന്ന് യുക്തിരഹിതമായിട്ടാണോ പറയുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു വ്യക്തിഹത്യ നടത്താനായിട്ട് വീണ്ടും ശ്രമം നടത്തുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ദിലീപിനെ എതിർക്കുന്നവർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിലുള്ള പ്രതികരണമൊക്കെ വളരെ ശ്രദ്ധേയം തന്നെയായിരിക്കും, നിർണായകം തന്നെയായിരിക്കും. ദിലീപ് തിരിച്ച് ഈ സംഘടനകളുടെയൊക്കെ തലപ്പത്തേക്ക് വരുമോ എന്നുള്ളതിന്റെ സൂചന നമ്മൾക്ക് വരും ദിവസങ്ങളിലേക്ക് കാണാനും സാധിക്കും. കാത്തിരിക്കാം റോഷ്നി. യെസ്, അതാണ് ദിലീപിനെ പുറത്താക്കാൻ എടുത്ത സമയമൊന്നും എന്തായാലും സംഘടനയിലേക്ക് തിരിച്ചെടുക്കാൻ എടുക്കില്ല എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. തിടുക്കപ്പെട്ട യോഗങ്ങൾ നടക്കുകയാണ്. ഉടനെ തന്നെ എല്ലാ സിനിമാ സംഘടനകളും ദിലീപിനെ തിരിച്ചെടുക്കുന്നു എന്നുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷത്തിൽ അറിയാൻ കഴിയുന്ന. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.